നമസ്കാരം. ചലച്ചിത്ര ലാബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്. നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ വരുമെന്നുള്ളത്. ഡിസംബർ നോട്ടിഫിക്കേഷനുകളുടെ കാലമാണ്. ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ. ബാക്കിയുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസോട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ഫ്രീ വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ 30-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. 30/11/2024 നവംബർ മാസം 30-ാം തീയതിയാണ് ഇതിന്റെ ഗസറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാവും. ജനുവരി മാസം 1-ാം തീയതി വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, കേരള പോലീസാണ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. അപ്പോൾ രണ്ടു പേർക്കുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, 31,100 രൂപ തൊട്ട് 66,800 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, ബേസിക് പേ എന്ന് പറയുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. എത്രയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് നിലവിൽ ഇതിൽ പറഞ്ഞിട്ടില്ല. ആൻഡ് വളരെ പ്രധാനപ്പെട്ട കാര്യം, നോട്ടിഫിക്കേഷന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഈ ഒരു നമ്പർ ഓഫ് വേക്കൻസി തൊട്ട് താഴെ നോട്ട് എന്ന് പറയുന്ന ഭാഗത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഇൻ റെസ്പോൺസ് ടു ദിസ് നോട്ടിഫിക്കേഷൻ. ഓക്കെ, പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് മറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയില്ല, എലിജിബിൾ അല്ല എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ആസ് പെർ ദിസ് നോട്ടിഫിക്കേഷൻ ഷാൾ cease to be in force after 1 year from the date of finalization of rank list. അപ്പോൾ 1 year ആണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. കഴിഞ്ഞ വർഷം നമുക്ക് പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, പരീക്ഷ നടന്നിരുന്നു. ഓക്കെ, അതിനുശേഷം 1 വർഷമാണ് ഇതിന്റെ കാലാവധി ഉണ്ടായിരുന്നത്. അടുത്ത റാങ്ക് ലിസ്റ്റ് അടുത്ത നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുന്നു. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിന്റെ ഒരു മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് അല്ല, സ്റ്റേറ്റ് വൈഡ് ആണ്. സാധാരണ CPO ഒക്കെ ആണെങ്കിൽ ബറ്റാലിയൻ വൈസ് ആണ് ഉണ്ടാവാറ്, പക്ഷെ ഇത് അങ്ങനെയല്ല, സ്റ്റേറ്റ് വൈഡ് ആണ്. ഒറ്റ ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഏജ് ലിമിറ്റിലാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റുള്ളതിന് വ്യത്യസ്തമായിക്കൊണ്ട് 20 തൊട്ട് 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, 20 തൊട്ട് 28 വയസ്സ് വരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2/1/1996 1/1/2004 ഓക്കെ, 2 ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഇതിനിടയിൽ ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു തസ്തികയിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അപ്പർ ഏജ് ലിമിറ്റ് ഷാൾ ബി റിലാക്സ് അപ് ടു 31 ഇയേഴ്സ് ഫോർ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു OBC. OBC-കാർക്ക് 31 വയസ്സ് വരെ. അതുപോലെ തന്നെ ആണെങ്കിൽ 33 ഇയേഴ്സ് ഫോർ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC/ST. 33 വയസ്സ് വരെ SC/ST വിഭാഗക്കാർക്ക്. അപ്പോൾ 28 ജനറൽ, 31 OBC, 33 SC/ST. ഇതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ കാറ്റഗറിന്റെ ഏജ് ലിമിറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2/1/96 1/1/2004 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിന് ക്വാളിഫിക്കേഷനോട് വരികയാണെങ്കിൽ 3 തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. അപ്പൊ ആദ്യം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ, ദാറ്റ് ഈസ് +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അപ്പൊ +2 ആണ് ഇതിന്റെ യോഗ്യത. ഓക്കെ, പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ്. കഴിഞ്ഞ വർഷമാണ് ഈ ഒരു യോഗ്യതയിൽ മാറ്റം വന്നത്. ഓക്കെ, ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. must possess current valid driving license for motorcycle with gear, light motor vehicles, heavy passenger vehicles and heavy goods vehicles with driver's badge. അപ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, അതുപോലെ തന്നെ ആണെങ്കിൽ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, പിന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾസ്, ഹെവി ഗൂഡ്സ് വെഹിക്കിൾസ്, ഇതെല്ലാം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ്. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പ്രൊഫഷൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, heavy passenger vehicles, okay, goods vehicles, which is to be proved in a practical test conducted by Kerala Public Service Commission during the course of selection. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആദ്യം പറഞ്ഞു. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള പോലെ തന്നെ ഇതിന്റെ റോഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ റോഡ് ടെസ്റ്റിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഇത് അറിയാം, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാൻ അറിയാം, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ഓടിക്കാൻ അറിയാം, ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് ഓടിക്കാൻ അറിയാം എന്നുള്ളത് ഈ റോഡ് ടെസ്റ്റ് തെളിയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ നമ്മുടെ CPO-ന്റെ ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഒന്ന്, ഹൈറ്റ് മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 168 സെന്റിമീറ്റർ ആൻഡ് 157 സെന്റിമീറ്റർ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ആൺകുട്ടികൾക്ക് 168, CPO-ക്ക് അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾക്ക് 157 സെന്റിമീറ്റർ. ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ചെസ്റ്റ് ആണെങ്കിൽ must not be less than 81 സെന്റിമീറ്റർ around the chest with a minimum expansion of 5 സെന്റിമീറ്റർ for
മെയിൽ കാൻഡിഡേറ്റ്സ് ഓൺലി. ഓക്കെ, അപ്പൊ ഇതാണ് ചെസ്റ്റിന്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. 81 സെന്റിമീറ്റർ റൗണ്ട് ചെസ്റ്റ് ആണ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്. ഇനി ഹൈറ്റിലും ചെസ്റ്റിലും SC/ST കാറ്റഗറിക്ക് ആണെങ്കിൽ പ്രത്യേക മെഷർമെന്റ് ആണ്. മിനിമം ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് മെഷർമെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മെയിൽ കാൻഡിഡേറ്റ്സ്. ആൺകുട്ടികൾക്കാണെങ്കിൽ 161 സെന്റിമീറ്ററും 76 സെന്റിമീറ്റർ, 161 സെന്റിമീറ്റർ ഹൈറ്റും 76 സെന്റിമീറ്റർ ചെസ്റ്റും ആണ് വേണ്ടത്. പെൺകുട്ടികൾക്കാണെങ്കിൽ 151 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. അപ്പൊ ഇത്രയാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ കണ്ടന്റ് പവറും കാര്യങ്ങളൊക്കെ അത് വേറെ ഇതിൽ നോട്ടിഫിക്കേഷൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷിക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഡ്രൈവിംഗ് ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഫിസിക്കൽ ക്വാളിഫിക്കേഷനും ഉള്ള ആളുകൾ മാത്രമേ ഈ തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവൂ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1/1/2025 ജാനുവരി മാസം 1-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അധികം ലേറ്റ് ആക്കാൻ നിൽക്കേണ്ട. റഷ് ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും 2025 ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നമുക്ക് ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി ഇതിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അവിടെ ഒരുപാട് കോഴ്സുകൾ കാണാൻ സാധിക്കും. അതിൽ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് താഴെ ആയിക്കൊണ്ട് പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന കോഴ്സ് ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ഡ്രൈവറിലാണ് അതിന്റെ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെയാണെങ്കിൽ പോലീസുമായി പഠിക്കുന്ന IPC CRPC ഉൾപ്പെടുന്ന ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും പിന്നെ ജനറൽ ടോപ്പിക് ഉൾപ്പെടെ 100% സിലബസും അപ്ഡേറ്റ് ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന ഈ കോഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കാം. നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.